അയ്യോ താഴെ പോയി. ഹലോ ഗായ്സ്, എല്ലാവർക്കും ടോമങ്കിൾ ടോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോയ് ഒരു RC ട്രക്കാണ്, അതും മിലിറ്ററി പോലീസിൻ്റെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നമുക്കിനി ഈ ട്രക്കിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 20 സെൻറ്റിമീറ്ററും വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് 9 സെൻറ്റിമീറ്ററുമാണ്. ഏകദേശം ഒരു 300 ഗ്രാം വെയിറ്റും വരും ഇതിന്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹെവി ലുക്കാണ് വരുന്നത്. കാരണം ഇതിന് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 400 രൂപയോളമാണ്. അപ്പം നമുക്ക് നല്ല ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ട്രക്കാണിത്. പിന്നെ ഈ ട്രക്ക് ഫുള്ളി പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നല്ല ഗുഡ് പ്ലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത്. നല്ല കട്ടിയൊക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. ഫുള്ളി പ്ലാസ്റ്റിക്കാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡ്രൈവർ ക്യാബിൻ വന്നിരിക്കുന്നു. അതിൽ ഫ്രണ്ട് 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതിൽ ഗ്ലാസ് ഒന്നും കൊടുത്തിട്ടില്ല, അത് ഓപ്പണാണ്. കൈയൊക്കെ ഇതിൻ്റെ അകത്തൂടെ കടന്നു പോകും. പിന്നെ താഴെ വരും ബോണറ്റിലൊരു മിലിറ്ററി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പാണ്, ഹെഡ് ലാമ്പിൻ്റെ ഹോളാണ് ഇതിൻ്റെ ഡിസൈൻ കാണിച്ചിരിക്കുന്നു. പിന്നെ ഗ്രില്ല് വരുന്നു. ഇതെല്ലാം പ്ലാസ്റ്റിക്കിൽ തന്നെ ചെയ്തേക്കുകയാണ് അവർ. ഈ പോർഷൻ എല്ലാം പ്ലാസ്റ്റിക്കാണ്. പിന്നെ നമുക്കിത് വലിച്ചു കയറ്റാനുള്ള ആ മെഷീൻ കൊടുത്തിരിക്കുന്നത് അതും കാണിച്ചിരിക്കുന്നതും പ്ലാസ്റ്റിക്കാണ്. അതിൻ്റെ ആ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ കൊടുത്തിരിക്കുന്നു. അത് നല്ല കട്ടി തന്നെയാണ്, അത് പ്ലാസ്റ്റിക്കിൽ തന്നെ നല്ല കട്ടി തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ടയറാണ്, അതും പ്ലാസ്റ്റിക്. ഇനി നെക്സ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ക്യാച്ച് ചെയ്യുന്നത് മിലിറ്ററി പോലീസ് എന്ന് എഴുതിയേക്കുന്നതാണ്. പിന്നെ അതിൻ്റെ സിമ്പിൾ കൊടുത്തിരിക്കുന്നു. പിന്നെ വരുന്നത് റെഡ് അലോയ്സ് വരുന്ന വീൽസാണ്. 2 വീൽസ് ഫ്രണ്ട് ആൻഡ് ബാക്ക്. അത് പ്ലാസ്റ്റിക്കാണ് വീൽസ്. ഈ കട്ടയെല്ലാം വരുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ളൊരു സൈഡാണ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ സൈഡിലെ സ്റ്റിയറിങ്, ഹീറ്റർ കൺസോള്, ഗിയർ ലിവർ, പിന്നെ പാസഞ്ചർ സീറ്റ്, സൈഡിലൊരു സീറ്റ് കൂടെ ഉണ്ട്, അതും കാണാൻ സാധിക്കും. ബാക്കിലെ വിൻഡോയും നമുക്ക് ഇതിനടുത്തൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് മെയിൻ കാര്യങ്ങൾ. പിന്നെ ഫുഡ് സ്റ്റെപ്പും വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സൈഡ് വരുന്നത്. നമുക്കിനി നെക്സ്റ്റ് സൈഡ് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡ് പ്രത്യേകിച്ചൊന്നുമില്ല, പ്ലാസ്റ്റിക് കൊണ്ട് ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ വീല് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. മിലിറ്ററി വെഹിക്കിൾ ആകുമ്പോഴത്തേക്കും നല്ല ക്ലിയറൻസ് വേണമല്ലോ. അപ്പോൾ അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി അടുത്ത സൈഡ് വരുവാണെങ്കിൽ ഇതും സെയിം ആണ്, അതുപോലെ തന്നെ മിലിറ്ററി പോലീസും എന്നെഴുതിയിരിക്കുന്നു. അതിൻ്റെ സിമ്പിളും കൊടുത്തിരിക്കുന്നു. റെഡ് കളറിൽ വരുന്ന അലോയ് വീൽസാണ് വന്നിരിക്കുന്നത്, പ്ലാസ്റ്റിക്. സ്റ്റിയറിംഗ് കാണാം, മീറ്റർ കൺസോള്, ഗിയർ ലിവർ ആൻഡ് പാസഞ്ചർ സീറ്റ്, ഇതെല്ലാം കാണാൻ സാധിക്കുന്നു. ആ വിൻഡോ എല്ലാം കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സൈഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. നല്ലപോലെ ആ ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ 2 സൈലൻസർ കൊടുത്തിട്ടുണ്ട്, അത് ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം ലഗേജ് കയറ്റാൻ പറ്റിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രക്കിൻ്റെ സൈസ് അനുസരിച്ച് നല്ലൊരു ലെങ്ത് ആയിട്ടുള്ള ലഗേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി പ്ലാസ്റ്റിക്. ഏരിയൽ കൊടുത്തിട്ടുണ്ട്, അത് റിമോട്ട് കൺട്രോൾ ടോയ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ സിഗ്നൽ പിടിക്കുന്നത് ഏരിയൽ വഴിയാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ ഡോറൊന്നും ഓപ്പണബിൾ അല്ല എന്നുള്ളതാണ്. നമുക്ക് ഡോറൊന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇതിൻ്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. മെയ്ഡ് ഇൻ ചൈന എന്നിവിടെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് ഇതിൻ്റെ ബാറ്ററി ഇടേണ്ടത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററി ഇടാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. 3 ബാറ്ററിയാണ് വേണ്ടത്. 1.5 വോൾട്ടിൻ്റെ AA ബാറ്ററി 3 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 3 ബാറ്ററി ഇട്ടിരിക്കുകയാണ്. നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം.
ഈ ട്രക്കിന് റിമോട്ട് കൂടി വരുന്നുണ്ട്, അതുകൂടി നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റിമോട്ട് വന്നിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഏരിയയിൽ ഈ റിമോട്ടിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. 2 റെഡ് കളറിൽ വരുന്ന സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആരോ കൊടുത്തിട്ടുണ്ട്. പിന്നെ റേഡിയോ കൺട്രോൾ എന്ന് എഴുതിയിരിക്കുന്നു, 27 MHz. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട്. നമുക്ക് ഇവിടെയാണ് ബാറ്ററി ഇടാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യുക. ഇവിടെ 2 ബാറ്ററി ആണ് വേണ്ടത്. 1.5 വോൾട്ടിൻ്റെ 2 AA ബാറ്ററി. നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം. അങ്ങനെ റിമോട്ടിലും ബാറ്ററി ഇടുകയാണ് വേണ്ടത്. നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം. അങ്ങനെ ആകെ മൊത്തം 5 AA ബാറ്ററീസാണ് ഈ ട്രക്കിന് റിമോട്ടിനും കൂടി വേണ്ടി വരുന്നത്. നമുക്കിനി ഇതൊന്ന് ഓടിച്ചു നോക്കാം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇത് ഓണാക്കുന്ന ഒരു ബട്ടണും കൂടി ഈ ട്രക്കിന് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെയാണ്. ഇതാണ് ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം ഇത് കറങ്ങുമോന്ന്. യെസ്, കണ്ടോ, വീൽ കറങ്ങുന്നത് കണ്ടോ? യെസ്. അപ്പം ഇത് ഓഫ് ബട്ടൺ, ഇത് ഓൺ ബട്ടൺ. യെസ്. നമുക്ക് ഈ ട്രക്കിനി ഓടിച്ചു നോക്കാം. ഇത് ഫ്രണ്ടിലേക്ക്, ഇത് ബാക്കിലേക്ക്. നമുക്കിനി ട്രക്കിനെ ഒന്ന് ഓഫ് റോഡിൽ കൂടെ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് നമുക്ക് കണ്ടാലോ. അപ്പോൾ ഗായ്സ്, നിങ്ങൾ വലിയ ഓഫ് റോഡൊന്നും ഈ ടോയെ വെച്ച് പ്രതീക്ഷിക്കരുതേ. കാരണം ഇതിന് അത്രയ്ക്ക് പവറേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു RC ട്രക്കൊക്കെ ആയിട്ട് കൊണ്ടു നടക്കാം. ഈ വീഡിയോ കണ്ട പോലെയൊക്കെ ഓഫ് റോഡൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. അയ്യോ, താഴെ പോയി.